എന്തായാലും വിജയൻ പാടിയ പാട്ട് താരാനാഥിനെ കൊണ്ട് റീടേക്ക് ചെയ്യിക്കുന്നത് കുറച്ച് കഷ്ടമാണ്. എന്റെ പണമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഹോട്ടലിൽ രാഘവൻ റൂം എടുത്ത് കുടിച്ച് കുന്നളം വരുന്ന വിജയന് ഇനി പണം നോക്കും. നമുക്ക് താരാനാഥൻ തന്നെ മതി. കഷ്ടം. എന്തൊരു നല്ല കലാകാരനായി. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരാൾ കൂടെ ഉണ്ണാൻ കാണും. ഇപ്പൊ ഫോൺ ചെയ്ത് പറഞ്ഞു, പാർവതിയമ്മേ കറികളൊക്കെ നന്നായിരിക്കണം കേട്ടോ. വരുന്നത് ചില്ലറക്കാരനൊന്നുമല്ല, വലിയൊരു പാട്ടുകാരനാണ്. പാർവതിയമ്മ കേട്ടു കാണും, ഈ റേഡിയോയിലും സിനിമയിലൊക്കെ പാടുന്ന ആള് വിജയൻ. നിങ്ങൾ എന്തിനാ കരയുന്നത്? ഒന്നുമില്ല കുഞ്ഞ്, എന്റെ മോനും പാടും. ഞാൻ ആ കാര്യം ഓർത്തുപോയി. ഓ അതാണോ? നന്ദിയില്ലാത്ത മോനല്ലേ നാട് വിട്ടു പോയെന്ന് പറഞ്ഞവൻ. എന്തിനാ അവനെയൊക്കെ ഓർക്കുന്നത്? മറ്റേ വേഗം കറിയൊക്കെ ശരിയാക്കിക്കണം, ഞാൻ പറഞ്ഞേക്കാം. വിജയൻ വല്ലാതെ മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് പറ്റി? ഫീൽഡിൽ പല റൂമേഴ്സും കേൾക്കുന്നുണ്ടല്ലോ. ദയവ് ചെയ്ത് അത് മാത്രം എന്നോട് ചോദിക്കില്ല. ഐ ആം മെന്റലി അപ്സെറ്റ് എന്ന് മാത്രം ധരിക്കുക. പാർവതിയമ്മേ, ആ സാമ്പാർ ഇങ്ങോട്ട് കൊണ്ടുവരൂ. അല്ല, പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾക്കിന്ന് എന്ത് പറ്റി? ഒരു കാര്യം മാത്രം ചോദിക്കാതിരിക്കാൻ വയ്യ. ഇപ്പോൾ വിജയന്റെ വലിയ എതിരാളി താരാനാഥനാണ്, പുതിയ പാട്ടുകാരൻ. നിങ്ങളുടെ ആളുകളൊക്കെ തന്നെയാണ് അയാളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ വിരോധാഭാസത്തിന് എന്താ കാരണം? ഇല്ല, ഞാനത് വിശ്വസിക്കുന്നില്ല. ഞാനത് വിശ്വസിക്കാൻ പാടില്ല മിസ്റ്റർ ജഗദീഷ്. ഒരു ഡയറക്ടറും പാട്ടുകാരനും തമ്മിലുള്ള ബന്ധമല്ല നമ്മളുടേത്. അതുകൊണ്ട് ചോദിച്ചതാണ്. വിജയന് ഒരു അധപ്പതനം വരുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട്. Time has to play its part. താങ്ക് യു. ഞാൻ പോട്ടെ. വളരെ മനപ്രയാസമുള്ളൊരു കാര്യം കൂടി എനിക്ക് മിസ്റ്റർ വിജയനോട് പറയാനുണ്ട്. ഇന്ന് വിജയൻ പാടിയ സുഖം എവിടെയെന്ന പാട്ട് താരാനാഥിനെ കൊണ്ട് റീടേക്ക് ചെയ്യിക്കണമെന്ന് പ്രൊഡ്യൂസർ നിർബന്ധം പിടിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ വിജയൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. ശരി, ഞാൻ വരട്ടെ. ഐ എം വെരി സോറി മിസ്റ്റർ വിജയൻ. സോറി മിസ്റ്റർ ജഗദീഷ്, എനിക്കല്പം ധൃതിയുണ്ട്. കാണാം. ഓടി വന്നാട്ടെ. ആ പാർവതിയമ്മ അവിടെ ബോധമില്ലാതെ വീണ് കിടക്കുന്നു. എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന് അറിഞ്ഞില്ല. വിജയം വന്നത് മുതൽ അവരാ കുഴപ്പത്തിലായിരുന്നു. ഒന്ന് വേഗം വന്നാട്ടെ. കുഴപ്പമായോ? എന്ത്? ഞാൻ പാടിയാൽ പടം ഓടില്ലെന്നു അവരങ്ങനെ പറഞ്ഞു? കുടിച്ച് കുടിച്ച് ഞാൻ വോയിസ് കളഞ്ഞു വന്നു. സാർ, എനിക്ക് ഒരു പാട്ടെങ്കിലും തരണം സാർ. ഈ മാസം ഞാൻ റെക്കോർഡിങ്ങിന് പോയതേ ഇല്ല. എന്താ? സാധ്യമല്ലെന്ന്? സോറി. താങ്ക് യു, താങ്ക് യു. അവര് വന്ന് കയറിയപ്പോ തുടങ്ങിയതാണ് ഈ ചുമ. പാവം, രാത്രി ഉറങ്ങാറേ ഇല്ല. വല്ല ക്ഷയോ മറ്റോ ആണോ? എന്തോ, എനിക്കും അത് തന്നെയാ പേടി. ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ എന്തെങ്കിലും കൊടുത്തങ്ങ് വിട്ടേക്ക്. നമുക്ക് കുട്ടികളുടെ കാര്യം ആലോചിക്കണ്ടേ? ഞാനും അത് തന്നെയാ പറയാൻ ഭാവിച്ചത്. നമുക്കെന്തിനീ വയ്യ വേലി? സുനന്ദ എവിടെ പോയി? അവളുടെ മമ്മി വന്നു. മമ്മിയുടെ കാര്യമല്ല ചോദിച്ചത്, എന്റെ ഭാര്യ എവിടെ പോയി? എന്റെ ഭാര്യ വന്ന് നിങ്ങളുടെ ഭാര്യയെ വിളിച്ചോണ്ട് പോയി. എവിടെയാണ് പോയത്? ഓ,
അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? വിജയന് നല്ലോണം അറിയാൻ തോന്നുന്നല്ലോ. എന്താ എന്നെ പരിഹസിക്കാം? അല്ല. എന്നാൽ അവരെവിടേക്കാ പോയിരിക്കുന്നെന്ന് എനിക്കറിയാം. താരാനാഥൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക്. ഒന്നും ആലോചിക്കരുത്. ആലോചനയേക്കാൾ വലിയൊരു അബദ്ധം. ഞാൻ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ 20 വർഷങ്ങൾക്ക് മുമ്പ് ഇത് മനസ്സിലാക്കിയതാണ്. അന്ന് മുതൽ ഞാൻ അഭിനയിക്കുകയാണ്. എന്റെ ഭാര്യ കോൺഫറൻസിനെന്നും പറഞ്ഞ് ബാംഗ്ലൂരിൽ പോകുമ്പോൾ എനിക്കറിയാം അവൾ യഥാർത്ഥത്തിൽ എങ്ങോട്ട് പോയതാണ്. SR മേനോൻ പെൺകോന്തനല്ലേ, ഹെൻബക് ഹസ്ബൻഡ്. എന്താ? ജീവിതം അഭിനയമാണ്. എന്റെ ഭാര്യയും മകളും വിജയനും ഒക്കെ അഭിനയിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതം അഭിനയത്തിൽ അഭിനയമാണ്. എനിക്ക് ദുഃഖമേ ഇല്ല. ഐ എം ഹാപ്പി, വെരി വെരി ഹാപ്പി. നിങ്ങൾ രക്ഷപ്പെടും മിസ്റ്റർ വിജയൻ, രക്ഷപ്പെടും. തീ പിടിച്ച കപ്പലിൽ നിന്ന് നിങ്ങളെങ്കിലും രക്ഷപ്പെടും. ഞാൻ നിസ്സഹായനാണ്. മുങ്ങുന്ന കപ്പലിലെ കപ്പിത്താനാണ്. എനിക്ക് മോചനമില്ല. ഐ ആം ഹെൽപ്ലെസ്, ഐ ആം ഹെൽപ്ലെസ്. നിൽക്കവിടെ. നീ എവിടെയായിരുന്നു? ഡാഡി പറഞ്ഞില്ലേ, മമ്മി ഉച്ചയ്ക്കുള്ള പ്ലെയിനിൽ വന്നു, ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി. ഷോപ്പിംഗ് കഴിഞ്ഞ് സമയമുണ്ടായിരുന്നു, അതുകൊണ്ട് ഗാനമേളയ്ക്ക് പോയി. ഷോപ്പിങ്ങിന് പോയി. എന്നിട്ട് എന്തൊക്കെ വാങ്ങിച്ചു? വിജയൻ എന്താ ഈ പതിവില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? മറ്റെന്തോ മനസ്സിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ് മമ്മി. ഞാൻ എത്ര ദിവസം കൊണ്ട് ഇതെല്ലാം സഹിക്കുന്നു. നമ്മൾ താരാനാഥന്റെ ഗാനമേളയ്ക്ക് പോയതിന്റെ ദേഷ്യമാണ് ഇതൊക്കെ. അധികം പ്രസംഗിക്കണ്ട. നിങ്ങൾ ഷോപ്പിങ്ങിന് പോയതല്ല, മകളും അമ്മയും കൂടി സല്ലപിക്കാൻ പോയതാണ്. ഷോപ്പിലല്ല, താരാനാഥൻ താമസിക്കുന്ന ഹോട്ടലിൽ. പറയുന്നത് കേട്ടില്ലേ മമ്മി? അസംബന്ധം പറയരുത്. സത്യത്തിന് അസംബന്ധമെന്ന് അർത്ഥമില്ല. ഇനി എന്നെ വിട്ടിയാക്കാമെന്ന് കരുതണ്ട. നിങ്ങൾ എന്തിനാ അസൂയപ്പെടുന്നത്? താരാനാഥൻ നല്ല പാട്ടുകാരൻ. ഐ ലൈക്ക് മ്യൂസിക്. താരാനാഥന്റെ പാട്ട് കേൾക്കാൻ ഞാൻ ഇനിയും പോകും. എന്റെ അനുവാദമില്ലാതെ നീ പോകുമല്ലേ? നിങ്ങൾ ആരാണ് എനിക്ക് അനുവാദം തരാൻ? ഞാൻ ആരാണ് നിനക്ക് അനുവാദം തരാൻ? അല്ലേ? താൻ എന്റെ മോളെ അടിച്ചു. മിണ്ടിപ്പോവരുത്. ഒന്നുകളെയും ഞാൻ. എന്റെ ജീവിതം നശിപ്പിച്ചവരാണ് നിങ്ങൾ. ഇറങ്ങണം എന്റെ വീട്ടിൽ നിന്ന്. ഇനി ഒരു നിമിഷം അവിടെ നിൽക്കരുത്. ഇറങ്ങാൻ. ഇറങ്ങാൻ തന്നെയാണ് പോകുന്നത്. എനിക്ക് കിട്ടേണ്ടത് കിട്ടി. പക്ഷേ നിങ്ങൾക്ക് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ. അമ്മേ, അമ്മേ, അയ്യോ എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി? ചേട്ടൻ എവിടെ അമ്മേ? എന്റെ ഈശ്വര, എന്റെ അമ്മയെ വിട്ടു പോകുന്ന ഞാൻ എന്ത് പാപിയാണ്. പോകാമേ, നമുക്ക് വീട്ടിലേക്ക് പോകാമേ. എന്റെ പൊന്നമ്മേ, വരുമമ്മേ, പോകാമേ, എഴുന്നേക്കമ്മേ.